ഹായ് വെൽക്കം ബാക്ക്. ഇന്നൊരു ഒതുക്കിപ്പറിക്കൽ വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ വാർഡ്രോബ് ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് അതിങ്ങനെ തിരക്ക് കാരണം നമ്മൾ എടുത്ത് അഥവാ മടക്കി വെച്ചാലും ആകെ കുഴച്ച് ഒരു അവിയൽ പരുവായിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വാർഡ്രോബ്. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിലൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ മസ്റ്റ് വാച്ചാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടുനോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഈ വാർഡ്രോബൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വെച്ചാൽ എന്തോ ഒരു നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടാനുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പം ആകെ ആ പോസിറ്റീവ് ഇല്ല, ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് സെറ്റാക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് രാവിലെയൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര തിരക്കും ഒക്കെ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ എടുത്തു വെക്കാറും. അപ്പം എല്ലാവരും ഇതുപോലെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവല്ലേ. അപ്പം നമ്മൾ എത്ര ചെറിയ വാർഡ്രോബായാലും നമുക്കൊന്ന് ഒതുക്കി സെറ്റാക്കി വെച്ചാൽ ഇഷ്ടം പോലെ സ്പേസും കിട്ടും, അതുപോലെ കാണാനും നല്ലൊരു നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ആദ്യം ഒക്കെ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടു കേട്ടോ. അപ്പം ഇതിന് അത്യാവശ്യം നമുക്ക് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേങ്കിലും നമ്മൾ എപ്പോഴും ഈ സെറ്റാക്കി വെച്ചാൽ തന്നെ നമ്മൾ ഒന്ന് വലിക്കുമ്പം ആകെ അങ്ങോട്ട് വീണ് ഇങ്ങോട്ട് വീണ് പിന്നെ അത് അവസാനം ഇതുപോലെ ഒരു ആകെ ഒന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുമല്ലോ. അപ്പോൾ ഞാനതൊക്കെ വീണ്ടും ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് റെഡിയാക്കിയാണ്. അപ്പോൾ പിന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്ലൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പം കുട്ടികളങ്ങനെ വന്നിട്ട് അത് ഡോറ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്ത് വെച്ചാൽ പിന്നെ ചിലപ്പം ഓപ്പൺ ആക്കിയിട്ടിട്ട് അങ്ങനെ പോകും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് പൊടിയെല്ലാം തുടച്ചിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പം ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ചധികം ഹാങ്ങർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഷർട്ട് അതുപോലെ പാൻസൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് വെച്ചാൽ ഒത്തിരി സ്പേസ് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ഹാങ് ചെയ്തിട്ട് അതുപോലെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്കിത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം ഇതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഷർട്ടും പാൻസും ഒക്കെ ഞാനൊന്ന് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ വൃത്തിയായിട്ടിരിക്കുമല്ലോ, അത് പെട്ടെന്ന് നമുക്ക് അത് യൂസ് ചെയ്യാനും പറ്റും. അപ്പം കുറച്ച് അധികം ഡ്രസ്സ് ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മടക്കി വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വൃത്തിയായിട്ടിരിക്കുക ഹാങ് ചെയ്തിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മീഷോന്ന് കുറച്ചധികം നമുക്ക് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ചധികം പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കുറച്ചും കൂടി റേറ്റ് കുറവാണ് ഈ മീഷോയിൽ ഈ ഒരു പ്രോഡക്റ്റ്സൊക്കെ. അപ്പം ഇതുപോലെ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത് ഡ്രസ്സെല്ലാം ഒന്ന് അടക്കി വെക്കുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. അപ്പം ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പം ഞാനും കുറേ അധികം വീഡിയോസൊക്കെ കാണുമ്പോഴും ഇതുകൊണ്ട് യൂസ്ഫുൾ ആവുമോ അതോ സ്പേസ് അധികമാവുമോ ഉള്ളതും കൂടെ വെച്ചിട്ട് എന്നൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ്സ് വാങ്ങിയത്. അപ്പം വാങ്ങിച്ചപ്പം എന്തായാലും അടിപൊളിയാണ്, മസ്റ്റ് ബൈ ആണ്. പിന്നെ ഈ മീഷോയുടെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം ചിലപ്പം റോങ് പ്രൊഡക്ട്സ് ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പം ഞാനിതെല്ലാം ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു വാങ്ങിച്ചത്. അപ്പം കുറേ എണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ അധികം പ്രോഡക്റ്റ്സ് ഒന്നും എണ്ണി നോക്കിയിട്ടില്ല. അപ്പോൾ അവർ കൊണ്ടുവരുമ്പോൾ ഞാൻ ക്യാഷ് കൊടുക്കും, അങ്ങനെയായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഓർഡർ ചെയ്യാത്തൊരു സംഭവമായിരുന്നു കേട്ടോ ഈ ഒരു ടോയ്സ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ എല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബോക്സ് കാണിച്ചു തരാം. ഇതിപ്പോൾ രണ്ട് സൈഡിലും ഇതുപോലൊരു ഫിറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഫിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡ്രസ്സെല്ലാം അത്യാവശ്യം ഡ്രസ്സൊക്കെ ഇതിൽ പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി. എല്ലാം ആദ്യം തന്നെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് റിട്ടേൺ അടിക്കണമല്ലോ. അപ്പം മീഷോയിൽ ചിലപ്പം അങ്ങനെ വരാറുണ്ട്, പക്ഷേങ്കിലും അധികവും കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റ്സാണ്. അപ്പോൾ നമ്മളൊന്ന് നോക്കിയും കണ്ടും വാങ്ങിച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ്സ് കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് എൻ്റെ ചുരിദാർ കാര്യങ്ങൾ അങ്ങനെ സെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അടക്കിയിട്ട് വെക്കുകയാണ്.
അപ്പം എല്ലാ ബോക്സും സെറ്റായിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതനുസരിച്ചിട്ട് സെറ്റായിട്ട് അവർ തരും കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം സെറ്റായിട്ടുള്ളത് തന്നെയാണ് വാങ്ങിച്ചത്. അപ്പം എല്ലാ ആദ്യ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാം കൂടെ എടുത്ത് പുറത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാം കൂടെ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് മടക്കിയെടുക്കാൻ. അപ്പോൾ ഞാനിത് 2 ദിവസം കൊണ്ടാണ് ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റാക്കി എടുത്തത്. നമ്മൾ ഓരോ ഭാഗം അങ്ങനെ റെഡിയാക്കി വരികയാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ഞാനിപ്പം എല്ലാം കൂടെ വലിച്ച് വാരി വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് അത്യാവശ്യം നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സ് മടക്കി വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര തലക്ക് പിടിക്കുന്ന ഒരു സംഭവമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പെട്ടെന്ന് മടുക്കും നമുക്ക് ആ ഒരു ജോലിയിൽ നിന്ന്. അപ്പം എന്തായാലും ഇത് മടക്കി വെച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തു, വീണ്ടും വന്നു. അങ്ങനെ എന്തായാലും എല്ലാം ഷെൽഫിൽ നിന്ന് ഇങ്ങോട്ട് പുറത്താക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ബോക്സിൽ ഇതൊരു അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മൾ ഇതുപോലെ ബെഡ്ഷീറ്റ് ഇത് അത്യാവശ്യം നല്ല വിട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പം അത്യാവശ്യം നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതിൽ കൊള്ളും. അപ്പോൾ ഞാനതിൽ ബ്ലാങ്കറ്റ് സെറ്റും കാര്യങ്ങളൊക്കെയാണ് വെക്കുന്നത്. അപ്പം ബ്ലാങ്കറ്റ് വെക്കാം, അതുപോലെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. അതിപ്പം സെറ്റായിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് പുറത്തുനിന്ന് കാണാം അപ്പോൾ അതിൽ ഏതാണെന്ന് ഉള്ളതെന്ന്. അതുപോലെ പൊടിയൊക്കെ പിടിക്കുന്ന സ്ഥലമാണെങ്കിൽ അതിന് സിബ് ഉണ്ട്. അപ്പം അതുകൊണ്ട് സിബ് വെച്ചടച്ചു കഴിഞ്ഞാൽ പൊടിയൊന്നും അകത്തേക്ക് കയറില്ലല്ലോ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ബോക്സിൽ ഇതുപോലെ 2 സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ പറ്റി 2 ഭാഗമായിട്ട് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. അപ്പം അത് വേണ്ടെങ്കിൽ ആ ഒരു നടുലുള്ള ആ ഒരു പോർഷൻ അങ്ങ് മാറ്റിയെടുക്കാം. അപ്പം വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ കിഡ്സിൻ്റെ ടോപ്പും ബോട്ടും ഒക്കെ അങ്ങനെ മാറ്റി വെക്കാവുന്നതാണ്. പിന്നെ ഇതാ ഈ ഒരു ബോക്സ് നമ്മൾ പുറത്തെല്ലാം പോകുമ്പോൾ ഇടുന്ന ആ ഒരു കുർത്തിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം സാധനങ്ങൾ അതിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഏറെക്കുറെ അതിൽ കൊള്ളിച്ച് വെക്കാൻ പറ്റും. ഇനിയിപ്പം ജീൻസും ടീഷർട്ടും ഒക്കെ ഞാനിതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിപ്പം നമ്മൾ കുട്ടികളതും നമ്മൾ ഇക്കാൻ്റെതും അങ്ങനെയെല്ലാം ഞാനിതുപോലെ ഹാങ് ചെയ്തിട്ട് തന്നെ എല്ലാം കൂടെ വെക്കുന്നുണ്ട്. ഇപ്പം ഇനിയിപ്പം എൻ്റെ ജീൻസും കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഹാങ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ശരിക്കും എപ്പോഴും ഉണ്ടാകുന്നതാണ് നമ്മൾ ഞാൻ ഈ പാൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും പുറത്ത് പോകുമ്പോൾ ഭയങ്കര തിരക്കിലായിരിക്കും ചിലപ്പം പോകുന്നത്. അപ്പോൾ ഒന്നും കാണില്ല. അപ്പം ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിപ്പോൾ കുട്ടികൾ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സൊക്കെ ഒന്നിൽ ആക്കി വെച്ചതാണ്. അപ്പം ഇതങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതുപോലെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഓരോ സെക്ഷൻ, അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സാണെങ്കിൽ അത് വേറെ, പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണെങ്കിൽ അത് വേറെ ആക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. പിന്നെ കുട്ടികളെ 2 ബോക്സും ഞാൻ താഴെയാണ് വെച്ചത്. ഇനി അവർക്ക് വേണമെങ്കിൽ എടുക്കാമല്ലോ, അപ്പോൾ അതുകൊണ്ട് താഴെ വെച്ചു. ഇതിപ്പം എൻ്റെ വീട്ടിൽ നിന്നിടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ പാൻറ്റ് അതുപോലെ കുർത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നിൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഇക്കാടെ ഡ്രസ്സും കാര്യങ്ങളും വീട്ടിൽ നിന്നിടുന്നൊക്കെ അത് വേറൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓരോ ആളുകളുടേതും സെപ്പറേറ്റ് ആക്കി വെക്കുന്നുണ്ട്. അപ്പം ഈ ബോക്സിലാക്കിയത് കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടംപോലെ സ്പേസ് ഇനിയും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സൈഡിലൊക്കെ. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടാത്ത അധികം നമ്മൾ വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ മടക്കി വെക്കാനൊക്കെ ഉള്ള സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ വേറെ ഒരു 4 ടൈപ്പ് ബോക്സാണിത്. ഇതിൽ നമ്മൾ ഇന്നർ വെയർ അതുപോലെ ടവല് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബോക്സാണ്. ഇതും നല്ലൊരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോക്സായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇതും നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങിച്ചോ. ഇതിലിപ്പോൾ എല്ലാം പറ്റുവാണെങ്കിൽ എല്ലാം നമുക്ക് ഇതുപോലെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊക്കെ വാങ്ങിക്കുന്നത് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ വീട്ടിൽ നമ്മൾ സോക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ജോലിയിലൊക്കെ പോകുമ്പം നമ്മുടെ ഹസ്ബൻഡ് അതുപോലെ മക്കളൊക്കെ ഈ ഷോക്സൊക്കെ ഉണ്ടെങ്കിൽ അതൊരു വല്ലാത്ത ഇടങ്ങറുള്ളൊരു കാര്യമാണ് ഇതിൻ്റെ പേര് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഒന്നിൻ്റെ പേര് കണ്ടാൽ ചിലപ്പം സെറ്റ് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ ഓരോരോ
കോളത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പം അതുപോലെ നല്ല സ്പേസും കുറച്ച് മതി. അപ്പം ഇതുപോലെ ഞാനിപ്പോൾ ഈ ഒരു ബോക്സിൽ സോക്സ് അതുപോലെ ടവൽ കാര്യങ്ങളൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൽ മാത്രം തിരഞ്ഞാൽ മതി. ഇപ്പം ഇതുപോലെ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പം അതങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ ബാത്ത് ടവലും അതുപോലത്തെ ടവൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ബോക്സിലാക്കി വെക്കുകയാണ്. ഇതുപോലെ ടർക്കിയൊക്കെ ആണെങ്കിൽ കുറച്ച് സ്പേസ് എന്തായാലും വേണ്ടി വരും. അപ്പം നമുക്ക് ഞാൻ അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണ്. ഇപ്പോൾ ഇതിപ്പോൾ സ്കൂളിൽ ടിഫിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ടവൽസൊക്കെയാണ്. അപ്പം അതൊക്കെ തിരഞ്ഞ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം ഇതുപോലൊരു ബോക്സിൽ സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണ്. ഇനി ഇതുപോലെ കുറച്ച് പില്ലോ കവറുണ്ട്, അതുപോലെ സോഫ കവർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ബോക്സിൽ ആക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ ഏറ്റവും മുകളിലുള്ള ഒരു ഭാഗത്താണ് വെക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനാണല്ലോ അത് യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് എടുക്കാൻ പറ്റും. ഇനിയിപ്പം ഇതിലിപ്പം പില്ലോ കവറൊക്കെയാണ് കേട്ടോ ഈ ഒരു ബാഗിൽ വെക്കുന്നത്. അപ്പം ഇതിപ്പം നമ്മുടെ അടുത്ത് സെറ്റൊന്നും ഇല്ലാത്ത നമ്മൾ ഈ ഒരു പില്ലോ കവർ മാത്രമേ ഉള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഈ ഒരു ബാഗിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഇന്നർ വെയറും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടം അനുസരിച്ച് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഇതുപോലെ പില്ലോ കവേഴ്സ് ഒന്ന് മാറ്റി വെക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ പില്ലോ കവർ മാത്രമാണ് മാറ്റേണ്ടതെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ബോക്സിലുണ്ടല്ലോ എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് ഉപയോഗിക്കാം. പിന്നെ ഇപ്പോൾ ഇതുപോലെ കുറച്ച് സ്കാർഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇതുപോലത്തെ ബോക്സിലോട്ടൊന്ന് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സ്കാർഫിന് ഒരു പാലറ്റ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ അത് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണെങ്കിൽ ഇതും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇതിൽ റോൾ ചെയ്ത് വെക്കുകയാണ്. അതുപോലെ ലെഗിൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിലൊന്ന് റോൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ സെറ്റാക്കുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വെക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പം ഈ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ താഴത്തെ ആ ഒരു ഭാഗത്താണ് വെക്കുന്നത്. ആദ്യം താഴെ ഒന്നും വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സിബൊക്കെ ഉള്ളതുള്ള ഒരു ബാഗ് ആയതുകൊണ്ട് തന്നെ അപ്പം ധൈര്യമായിട്ട് വെക്കാം. അപ്പം പൊടിയൊന്നും അധികം അങ്ങനെ പെട്ടെന്നൊന്നും പിടിക്കില്ലല്ലോ. അപ്പം നല്ല ധൈര്യമായിട്ട് തന്നെ അതിൽ വെക്കാവുന്നതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ആ ഒരു സിബുള്ള ആ ഒരു ബാഗ്. ഇനിയിപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സെറ്റാക്കി വെച്ചിട്ടുള്ളത്. അപ്പം ഇനി ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ഈ ഒരു ബോക്സിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പം ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ ഒരു ബാഗിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോന്ന് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഡ്രസ്സ് എടുക്കാൻ പറ്റും. അപ്പം അതിനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്കിത് നന്നായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഓരോ ഭാഗത്തായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ആക്കി വെക്കുമ്പോൾ അത്യാവശ്യം സ്പേസ് ഇനിയും ഉണ്ടായിരുന്നു കേട്ടോ വെക്കാനൊക്കെ. അപ്പം നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കാൻ
ഇനിയിപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ലുക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. കുറച്ച് ബുദ്ധിമുട്ടിയാലും എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചപ്പോൾ മൈൻഡ് ഭയങ്കരമായിട്ടൊരു നല്ല കൂളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കിനെ നമ്മളിപ്പോൾ ഇതുപോലെ സെറ്റാക്കി വെച്ചാൽ നല്ല രസമായിരുന്നു. ഇതുപോലെ ഞാനിപ്പം മൊത്തം ആ ഒരു ഇക്കാടെ ആ ഒരു പോഷനിലോട്ട് വെച്ചിട്ടോ മൊത്തം. അപ്പം അപ്പോൾ താഴെ അധികം ഒന്നും വെച്ചിട്ടില്ല, പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 2 റോ മെയിനായിട്ട് വെച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.